ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ക്വാറി ഉടമകളുടെ നടപടിയിൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് മുൻ MLA VKC മുഹമ്മദ് കോയ. ദുബായിലേക്ക് കപ്പൽ സർവീസ് നടത്താൻ താൽപര്യം അറിയിച്ചവർക്ക് സർക്കാർ പിന്തുണ നൽകുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. കിടപ്പ് രോഗികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ഫറൂഖ് നഗരസഭയിലേക്ക് മാർച്ച്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ജനുവരി 18 കാലിക്കറ്റ് ടവറിൽ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവൃത്തികൾക്ക് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലെന്നും ഈ നയത്തിന്റെ ഭാഗമായി കാക്കൂരിൽ 5 കോടി രൂപ ചെലവഴിച്ച് സ്റ്റേഡിയം നിർമ്മിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. കാക്കൂർ പഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാക്കൂർ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, കാർഷികം തുടങ്ങി എല്ലാ മേഖലയിലും സർവതല സ്പർശിയായ വികസനമാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 7% വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് തിങ്കളാഴ്ച ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തത്. 1000 കോടി രൂപയാണ് സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകൾക്കായി സർക്കാർ മാറ്റിവെച്ചത്. 1.68 കോടി രൂപയുടെ ഗ്രാമീണ റോഡുകളാണ് പ്രദേശത്ത് പൂർത്തിയാക്കാനായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു 10 വർഷം മുമ്പ് നാം ജീവിച്ചതുപോലുള്ള സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലായാലും കാർഷികോൽപ്പന്നങ്ങളുടെ വളർച്ചയുടെ കാര്യത്തിലായാലും ക്ഷീര വികസന മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും നടത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ജനജീവിതത്തെ സാരമായി വികാസത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു വലിയ സങ്കല്പത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റുകളുടെ ബാധ്യത. ആ ബാധ്യതയാണ് നമ്മൾ നിർവഹിച്ചത്. യോഗത്തിൽ കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM ഷാജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് നിഷ മണങ്ങാട്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ PP ഗഫൂർ, ജൂന, ജില്ലാ പഞ്ചായത്ത് അംഗം IP രാജേഷ്, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ C വിജയൻ, സെക്രട്ടറി K ഹരിദാസൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കരാറുകാരെ ദുരിതത്തിലാക്കുന്ന തരത്തിൽ ക്വാറി ഉടമകൾ നടത്തുന്ന സമരത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും മുൻ MLA VKC മുഹമ്മദ് കോയ. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിങ്കൽ കോറി ഉൽപ്പന്നങ്ങൾ തോന്നിയ പോലെ വില കൂട്ടി. ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അന്യായ വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കളക്ടറേറ്റ് മാർച്ച് നടത്തി.
ക്വാറി ഉടമകൾ നടത്തുന്ന സമരത്തിൽ സർക്കാരിന് ഇടപെടാൻ കഴിയില്ലെന്ന നിലപാട് ഭരണകൂടം എടുക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കളക്ടറുടെ വിവേചനാധികാരം ഉപയോഗിച്ച് സമരം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്വാറി ഉടമകൾ ആലോചനയും ചർച്ചയുമില്ലാതെയാണ് അസമയത്ത് വില വർദ്ധിപ്പിച്ചത്. മാർച്ച് വരെ പഴയ നിരക്കിൽ ക്വാറി വസ്തുക്കൾ നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു നിവൃത്തിയില്ലാത്ത കരാറുകാരനെ ഒഴിഞ്ഞു പോകാൻ വയ്യാത്ത ഒരു ഘട്ടത്തിൽ വില കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊരു മര്യാദയില്ലാത്ത ഏർപ്പാടാണെന്ന് പറയുന്നതിൽ കുഴപ്പമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതൊരു മര്യാദയില്ലാത്ത ഏർപ്പാടാണ്. കാരണം നമ്മളിത് ഇവരെല്ലാം ഇനിയിപ്പോൾ കരാറെടുത്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവർ ചെയ്തു തീർക്കാൻ ബാധ്യസ്ഥരാണ്. സഹിക്കുക നിവൃത്തിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇത് ചെയ്തത് ശരിയായിരിക്കും. ഞാൻ മുൻകൂട്ടി അറിയിച്ച് കൂടിയാലോചന നടത്തി. കാരണം ഇവരും ഒക്കെ തന്നെ ജീവിക്കാൻ വേണ്ടി നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മര്യാദ കാർഡുണ്ടായിരുന്നു. ആ മര്യാദ ഇല്ലാതെയാണ് ഇപ്പോൾ റേറ്റ് സ്വന്തം നിലക്ക് ഏകപക്ഷീയമായി ഞാൻ റേറ്റ് പ്രഖ്യാപിച്ചിരിക്കുക. ഈ കാര്യത്തിൽ ഒരു നിലപാട് ഉണ്ടാവണം. കാരണം ഇപ്പോൾ നിലപാടില്ല. കോടിക്കാലക്ഷം തരുന്ന മറ്റതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കുന്ന റേറ്റിന് അതൊരു ശരിയായ നിലപാടല്ലല്ലോ. ജില്ലാ പ്രസിഡന്റ് VP അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PV ജലീലുദ്ദീൻ, P മോഹൻദാസ്, M സഹദേവൻ, P ദീപേഷ്, ഡൊമിനിക് എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദുബായ് കൊച്ചി കപ്പൽ സർവീസ് നടത്താൻ താൽപര്യമുള്ളവർക്ക് സർക്കാർ പിന്തുണ നൽകുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. കേരള മുഖ്യമന്ത്രി, തുറമുഖ ടൂറിസം വകുപ്പ് മന്ത്രിമാർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം കേരള മാരിടൈം ബോർഡും മലബാർ ഡെവലപ്മെന്റ് കൌൺസിലും സംയുക്തമായി കപ്പൽ സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചവരുടെ യോഗം ചേർന്നു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയാർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. അമിത വിമാന നിരക്കും കോഴിക്കോട്ട് വലിയ വിമാന സർവീസ് ആരംഭിക്കാത്തതും കപ്പൽ സർവീസിന്റെ അനിവാര്യതയും അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊച്ചി ദുബായ് യാത്രാ ചരക്ക് കപ്പൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായും സർവീസ് നടത്താൻ കരാറിൽ ഏർപ്പെട്ടവർക്ക് എല്ലാ അനുമതികളും 4 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നും മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ പങ്കെടുത്തവരുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ലക്ഷറി ആസ്വദിക്കുന്ന ആളുകളെ നമ്മളിപ്പോൾ ട്രെയിനിൽ പറയില്ല, ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, സെക്കൻഡ് ക്ലാസ്, ഓർഡിനറി ക്ലാസ് എന്ന് പറയുന്നത് പോലെ ആളുകളുടെ പേ കപ്പാസിറ്റി അനുസരിച്ച് ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട് കാശുള്ളവനെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, കാശില്ലാത്തവന് സാധാരണ റേറ്റ് കൊടുക്കുക. അങ്ങനെ വന്നാലേ ഇത് പറയുള്ളൂ. കാശ് കൊടുക്കുക. സർവീസ് നടത്താൻ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ വഴി ലഭിച്ച അപേക്ഷകൾ പ്രസിഡന്റ് C ചാക്കുണ്ണി NS പിള്ളയ്ക്ക് കൈമാറി. യോഗത്തിൽ CA ബ്യൂട്ടി പ്രസാദ്, PV ചന്ദ്രൻ, കാലിക്കറ്റ് ചേംബർ മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ K മൊയ്തു, സുബൈർ കൊളക്കാടൻ, റാഫി P ദേവസി, MDC സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ, മധുജിത്ത് കേലാട്ട്, ഫൈസൽ മുഹമ്മദ്, CC മനോജ്, ശരത് V എന്നിവർ പങ്കെടുത്തു. MDC ഖജാൻജി MV കുഞ്ഞാമു, തുറമുഖ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൊടുവള്ളിയിൽ ഓൾ ഇന്ത്യ വോളി മേളയ്ക്ക് തുടക്കമായി. ജനുവരി 20 വരെ നീളുന്ന മത്സരങ്ങളിൽ ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. കൊടുവള്ളി റോമ കരീറ്റിപ്പറമ്പ് സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ വോളി മേളയ്ക്ക് കരീറ്റിപ്പറമ്പിൽ തുടക്കമായി. MK മുനീർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കൊടുവള്ളി മുനിസിപ്പൽ ചെയർമാൻ വെള്ളറ അബ്ദു അധ്യക്ഷനായിരുന്നു. ജനുവരി 20 വരെ നീണ്ടുനിൽക്കുന്ന വോളി മത്സരത്തിൽ ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കും.
ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ ആർമി കേരള സ്പൈക്കേഴ്സിനെ 3-1 പരാജയപ്പെടുത്തി. ഉദ്ഘാടന പരിപാടിയിൽ സെക്രട്ടറി തൗസീഫ് PK, ഭാരവാഹികളായ TP യൂസഫ്, ഷംസീർ AP, റഷീദ് VA, ഷാഹിദ്, ഷംസു NK, ഷബീർ കൊച്ചു എന്നിവർ സംസാരിച്ചു. കരീറ്റിപ്പറമ്പിന്റെ ഒരു ഉത്സവമായിട്ടാണ് ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ക്രൗഡ്, ഈ ജനങ്ങൾ. കരീറ്റിപ്പറമ്പെന്നും സമീപ പ്രദേശത്തു നിന്നും ഒക്കെയുള്ള ഒരുപാട് പേര്, വോളിബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നതുകൊണ്ടാണ് ഈ കളി ഇത്രയും ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മരുക്കിനി. ഫറൂഖ് നഗരസഭയിൽ കിടപ്പ് രോഗികളോടുള്ള അവഗണനയിൽ LDF കൌൺസിലർമാരുടെ പ്രതിഷേധം. 3 മാസമായി ഹോം കെയർ നിർത്തലാക്കിയെന്ന് ആരോപിച്ചാണ് വികസന സെമിനാർ ഹാളിന് മുന്നിൽ കൌൺസിലർമാർ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചത്. ഫറൂഖ് നഗരസഭയിൽ കിടപ്പ് രോഗികളോടുള്ള അവഗണനയ്ക്കെതിരെ ഡിസംബർ 31 LDF മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഒരു നടപടിയും ചെയർമാനും UDF ഭരണസമിതിയും സ്വീകരിക്കാത്തതിനാലാണ് വീണ്ടും മുന്നണിക്ക് സമരത്തിനിറങ്ങേണ്ടി വന്നത്. 38 ഡിവിഷനുകളിലായി നഗരസഭയുടെ പട്ടികയിലുള്ള 382 കിടപ്പ് രോഗികളെ മാസങ്ങളായി തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മുന്നണി നേതാക്കൾ ആരോപിച്ചു. സർക്കാർ നഗരസഭകൾക്ക് ഓരോ വർഷവും നൽകുന്ന പദ്ധതി വിഹിതത്തിൽ സാന്ത്വന പരിചരണത്തിന് പ്രത്യേക വിഹിതം ഉൾപ്പെടുന്നുണ്ട്. ഇതനുസരിച്ച് പാവപ്പെട്ട മാറാരോഗികൾക്കും സാന്ത്വന പരിചരണത്തിന് അർഹരായവർക്കും ലഭിക്കേണ്ട സഹായങ്ങളാണ് നഗരസഭയിൽ മുടങ്ങിക്കിടക്കുന്നത്. LDF കൌൺസിലർമാരുടെയും പാലിയേറ്റീവ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ദേശീയ പാലിയേറ്റീവ് ദിനത്തിൽ നഗരസഭ വികസന സെമിനാർ നടക്കുന്ന ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം കൌൺസിലർ M. സമീഷ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വികസന സെമിനാർ നടക്കുന്ന ഈ കേന്ദ്രത്തിനകത്തേക്ക് ഇന്ന് ലോക പാലിയേറ്റീവ് ദിനത്തിന്റെ ഭാഗമായി ഇവിടെ പാലിയേറ്റീവ് സംവിധാനം പുനരാരംഭിക്കണം. ഈ നാട്ടിലെ ഏറ്റവും സ്വാതന്ത്ര്യം ലഭിക്കേണ്ട ഒരു വിഭാഗത്തിന്, ആ വിഭാഗത്തിന് പരിഗണന കൊടുക്കാത്ത ഈ വികസന സെമിനാർ പ്രഹസനമാണ് എന്നാണ് ഇടതുപക്ഷം ഇവിടെ വിളിച്ചു പറയുന്നത്. M. ബഷീർ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. പ്രകാശ് കറുത്തേടത്ത്, MM. മുസ്തഫ, കൌൺസിലർ KTA മജീദ്, O. ഭക്തവത്സലൻ, KB. ഷാ എന്നിവരും സംസാരിച്ചു. കൌൺസിലർ P. ബിജീഷ്, M. വിജയൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. മെക്സവൻ മേഖലാ സംഗമവും 100 സെന്ററുകളുടെ ഉദ്ഘാടനവും ജനുവരി 18 നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 6:30 നടക്കും. അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്യും. മെക്സവനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം അതിന്റെ ഉദ്ദേശം ഒരു പുതിയ ആരോഗ്യ സംസ്കാരം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിന് കക്ഷി രാഷ്ട്രീയമായോ മറ്റു വിധത്തിലുള്ള ഏതെങ്കിലും വിഭാഗീയതയോ അതുപോലെ തന്നെ വർഗീയതയോ ഒന്നുമില്ലാത്ത ഒരു സ്വതന്ത്രമായിട്ടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ മതജാതി വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാ രാഷ്ട്രീയങ്ങളെയും ഉൾക്കൊള്ളുന്ന, അതല്ലെങ്കിൽ അവരുടേത് ഒന്നുമല്ലാത്ത ഒരു സ്വതന്ത്രമായ സംവിധാനമാണ് മെക്സവൻ. ഇതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാമൂഹിക മാനവിക ഐക്യമാണ്. ആധുനിക കാലത്തെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ലക്ഷ്യമിട്ട് തുടങ്ങിയ വ്യായാമ മുറയായ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ അഥവാ MEC7ന്റെ ജില്ലയിലെ 100 സെന്ററുകളുടെ ഉദ്ഘാടനവും മേഖല 2 മെഗാ സംഗമവും ജനുവരി 18 ശനിയാഴ്ച നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് MLA ഉദ്ഘാടനം ചെയ്യും. MEC7 സ്ഥാപകൻ ക്യാപ്റ്റൻ P. സലാഹുദ്ദീൻ, ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ അറക്കൽ ബാവ, നോർത്ത് സോൺ കോർഡിനേറ്റർമാരായ ഡോക്ടർ ഇസ്മായിൽ, മുജദ്ദി, അധ്യാപിക ഹഫ്സത്ത് തുടങ്ങിയവർ സംബന്ധിക്കും. 2010 മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി പാരാമിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന P. സലാഹുദ്ദീൻ നാട്ടിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി രൂപപ്പെടുത്തിയ പരമ്പരാഗത യോഗയാണ് പിന്നീട് മൊഡ്യൂൾ രൂപപ്പെടുത്തി യോഗ ക്ലബ്ബ് എന്ന പേരിൽ ആരംഭിച്ചത്. മെഡിറ്റേഷൻ ഉണ്ട്, മസാജിങ് ഉണ്ട്, ഡീപ് ബ്രീത്തിങ് ഉണ്ട്, എയറോബിക്സ് ഉണ്ട്. അങ്ങനെ 7 ഇനങ്ങളാണ് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത 21 വ്യായാമങ്ങളാണ് MEC7 എന്ന് നമ്മൾ ഈ വിളിക്കുന്ന MEC7 ഹെൽത്ത് ക്ലബിന്റെ ഈ പദ്ധതിയിൽ ഉള്ളത്. അത് ജനങ്ങളിൽ കൂടുതൽ എത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇനി ഇടവേള.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തൃണമൂൽ പ്രവേശനത്തിലൂടെ ബംഗ്ലാദേശ് തീവ്രവാദികൾക്ക് സുരക്ഷ ഒരുക്കുക എന്ന ദൌത്യമാണ് PV അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിൽ ഓരോ ദിവസവും മയക്കുമരുന്ന് കച്ചവടം പിടികൂടുന്നതും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവരുടെ എണ്ണം കൂടുന്നതും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള യുവാക്കൾ ഏർപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നതും എല്ലാം തെളിയിക്കുന്നത് ഇതാണ്. ഞാൻ ഈ അതിഥി തൊഴിലാളികളെ ആക്ഷേപിച്ച് പറയുകയല്ല. അവർ നമ്മുടെ നാടിന് ആവശ്യമുള്ളവരാണ്, തൊഴിൽ അന്വേഷകരായിട്ട് ഇവിടെ വന്നവരാണ്. അവരിലൊരു നല്ല പങ്ക് ബംഗാളിൽ നിന്നുള്ളവരാണ്. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ഒരുപിടി ആൾക്കാർ, അവരും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരാണ്, ഇവരുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പൊതുവിൽ അറിയപ്പെടുന്നത് ബംഗാളികളാണെങ്കിലും അവരുടെ ബംഗ്ലാദേശ് ഐഡന്റിറ്റി ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. ഈ മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ പിന്നിലും അതേപോലെ തന്നെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ പിന്നിലും ഇവർ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു സംരക്ഷക റോളാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. PV അൻവറിന്റെ തൃണമൂൽ പ്രവേശം ബംഗാളികളുടെ മറവിൽ ബംഗ്ലാദേശികളെ സംരക്ഷിക്കാനാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാക്കൾ പറഞ്ഞു. കേരള പോലീസിന് നേരെ അദ്ദേഹം നിരന്തരം നടത്തുന്ന അധിക്ഷേപങ്ങൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ്. മുന്നണി ഭേദമന്യേ ഇടത് വലത് മുന്നണി നേതാക്കന്മാർ അൻവറിന് പിന്തുണ നൽകുന്നതിലൂടെ ഈ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരള പോലീസും NIAയും ചേർന്ന് ദേശവിരുദ്ധ തീവ്രവാദ കള്ളക്കടത്ത് കൂട്ടുകെട്ട് തടഞ്ഞില്ലെങ്കിൽ കേരളം വലിയ ആപത്തിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വരികയെന്നും നേതാക്കളായ തോമസ് KT, സിജു ഗോവിന്ദ്, ശരത് മോഹൻ, TG ബാലൻ എന്നിവർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ജനുവരി 18-ന് കാലിക്കറ്റ് ടവറിൽ നടക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള ഗവർണർ RV ആർലേക്കർ നിർവഹിക്കും. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ വൃക്ഷ ആയുർവേദ, ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദി ഓൾമൈറ്റി എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, അമൃതാനന്ദമയി മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി എന്നിവർ പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കും. പരിപാടിയിൽ നോവലിസ്റ്റ് PR നാഥൻ അധ്യക്ഷത വഹിക്കും. കേരള ഗവർണർ RV ആർലേക്കറുടെ ആദ്യ കോഴിക്കോട് സന്ദർശനവുമാണ് PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ. വൈകിട്ട് നടക്കുന്ന സമാദരണ സദസ്സ് കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യും. സുവനീർ പ്രകാശനവും ഗവർണർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷ കമ്മിറ്റി കൺവീനർ PV ചന്ദ്രൻ, ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു, ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, സംഘാടക സമിതി കോർഡിനേറ്റർ അൻവർ കുനിമേൽ, കോർഡിനേറ്റർ SM രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 50-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മല്ലാശ്ശേരി നടപ്പാത തുറന്നുകൊടുത്തു. ഉദ്ഘാടനം നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി നിർവഹിച്ചു. കോർപ്പറേഷൻ പദ്ധതിയിൽ നടുവട്ടം 50-ാം വാർഡിൽ നിർമ്മിച്ച മല്ലശ്ശേരി നടപ്പാത കോർപ്പറേഷൻ നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. T അഹമ്മദ് കബീർ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ,
മനോജ് അന്തളൂർ, വാർഡ് വികസന സമിതി കൺവീനർ KC അനൂപ്, പേരോത്ത് പ്രകാശൻ, P പ്രജിത്ത്, MV സഹീർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോട് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മകരസംക്രമത്തോടനുബന്ധിച്ച് ശാസ്താവിന് വിശേഷാൽ പുഷ്പാഭിഷേകം നടന്നു. ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ തളിയിൽമന ശ്രീകാന്ത് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശ്രീനാഥ് നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, അർജുനൻ നമ്പൂതിരി എന്നിവരും ചടങ്ങിന് സഹകാർമ്മികരായി. വിശേഷാൽ പൂജയ്ക്ക് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം വിതരണം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ്, സെക്രട്ടറി KP പ്രദീപ് കുമാർ, K വിശ്വനാഥൻ, രോഹിണി ബാലചന്ദ്രൻ, K ശശിധരൻ, വിജി വിശ്വനാഥ്, ശാന്ത ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. മെക്സവൻ മടവൂരിന്റെ 100ാം ദിന ആഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മെക്സവൻ മടവൂർ പ്രസിഡന്റ് അബ്ദുൽ അസീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ V ഷക്കീല ടീച്ചർ, TK അബൂബക്കർ മാസ്റ്റർ, മുനീർ പുതുക്കുടി, ബാലകൃഷ്ണൻ, ഷബ്ന, മനോജ് മാസ്റ്റർ, സനത്ത് കുമാർ, ഫൈസൽ അരിയിൽ, സുരേഷ് ഒറ്റക്കണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ രാജൻ സ്വാഗതവും വിപിൻ മടവൂർ നന്ദിയും പറഞ്ഞു. രാമനാട്ടുകര മുട്ടുംകുന്ന് സമതാ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ MP ഹരിദാസൻ അനുസ്മരണവും വൃക്കരോഗ ബോധവൽക്കരണവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ഭാനു പ്രകാശ് നിർവഹിച്ചു. സമതാ പ്രസിഡന്റ് M മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വൃക്കരോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്നേഹസ്പർശം കോർഡിനേറ്റർ N ശ്രീരാജ് ക്ലാസ് എടുത്തു. പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രം കമ്മ്യൂണിറ്റി നഴ്സ് K ലീലാവതിയെ MP റോഷിൽ ദാസ് ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭ ഉപാധ്യക്ഷൻ K സുരേഷ്, സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ P രമ, സമതാ സെക്രട്ടറി KP മോഹൻദാസ്, PK രാമചന്ദ്രൻ, കൗൺസിലർ T ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. കാലിക്കറ്റ് NIT സെന്റർ ഫോർ ഇന്ത്യൻ നോളജ് സിസ്റ്റംസിന്റെയും യോഗ ആൻഡ് ഹോളിസ്റ്റിക് വെൽനസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജയിൽ അന്തേവാസികൾക്കായി ധ്യാന പരിശീലനം നടത്തി. അന്തേവാസികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ട് ജയിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ധ്യാന പരിശീലനം കാലിക്കറ്റ് NIT ഡയറക്ടർ ഡോക്ടർ പ്രസാദ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ജയിൽ വെൽഫെയർ ഓഫീസർ KK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രസാദ് കൃഷ്ണയെ ജയിൽ സൂപ്രണ്ട് KB ബൈജു പൊന്നാട അണിയിച്ച് ആദരിച്ചു. NIT ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ചെയർപേഴ്സൺ പ്രൊഫസർ R ശ്രീധരൻ, പ്രോഗ്രാം കോർഡിനേറ്ററും NIT റിസർച്ച് സ്കോളറുമായ പ്രൊഫസർ വർഗീസ് മാത്യു, ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരായ PK പ്രകാശൻ, A ജാഫർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മനു കണ്ടോത്ത്, ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ TV സോമിത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ക്വാറി ഉടമകളുടെ നടപടിയിൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് മുൻ MLA VKC മുഹമ്മദ് കോയ. ദുബായിലേക്ക് കപ്പൽ സർവീസ് നടത്താൻ താൽപര്യം അറിയിച്ചവർക്ക് സർക്കാർ പിന്തുണ നൽകുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. കിടപ്പ് രോഗികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ ഫറൂഖ് നഗരസഭയിലേക്ക് മാർച്ച്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷം ജനുവരി 18-ന് കാലിക്കറ്റ് ടവറിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.